നമ്മൾ മഞ്ജുവിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിമ തൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് മുകുന്ദൻ്റെ അടുത്ത് സൈൻ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഗേറ്റൊക്കെ കിടന്ന് വണ്ടി ഓടിച്ച് പോകുന്നതിനിടയിൽ പെട്ടെന്ന് മഹിമയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. മഹിമ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അതിൽ മുകുന്ദൻ നിന്നേച്ച് നിൽപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ മുകുന്ദൻ സൈൻ ചെയ്ത ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ചോരപ്പാട് കാണുകയാണ്. തന്നെ എന്തോ ഒരു അപകടം മണത്തിട്ട് മഹിമ വേഗം തന്നെ ടൂ വീലർ തിരിച്ച് മുകുന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെയൊക്കെ താഴെ ചോര വീണ് കിടക്കുന്ന പാടം കാണുന്നു. അത് നോക്കി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മുകുന്ദനോട് താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. വക്കീലെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു തുണിയെടുത്ത് കയ്യിൽ കെട്ടി മുറുക്കി രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഹോസ്പിറ്റലിലെ രംഗമാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ മുകുന്ദൻ ബോധം ഇല്ലാതെ കിടക്കുകയാണ്. മഹിമ അടുത്ത് നിന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ കണ്ണ് തുറക്കുന്നു. എന്തായാലും ഓർമ്മ വന്നല്ലോ, ബോധം വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് സംസാരിക്കുകയാണ് അവർ തമ്മിൽ. വലിയ വക്കീലായ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബി പോസിറ്റീവാണ് എൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ്, അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലഡ് തന്ന് സഹായിക്കാനും ഒക്കെ കഴിഞ്ഞു. പോസിറ്റീവായ ഒരാൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം നോക്കുകയാണ് മഹിമ. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ 18 വയസ്സ് കഷ്ടി എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ ആളുടെ ഇന്ന് എനിക്ക് ഉപദേശം കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, മിക്കവാറും പ്രേമനൈരാശ്യം തന്നെ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്തെന്ന് ചോദിക്കുമ്പോൾ അതായത് തന്നെ അറിയാം, അതായത് പണ്ടത്തെ ദുരന്ത നാടക നടന്മാരെ കൂട്ട് പ്രേമിച്ച പെണ്ണ് ചതിച്ചുകൊണ്ട് പോകുമ്പോൾ ചെയ്യാൻ വേണ്ടും ഒട്ടും കട്ടിയില്ലാത്ത ഒരു പാവം പിടിച്ച മനസ്സാണ് വക്കീലിൻ്റെതെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും വക്കീലിനെ പോലെ ഇത്രയും പാവമായ ഒരാളെ ഇങ്ങനെ ചതിക്കാൻ തോന്നിയ ആ പെണ്ണിനെ സമ്മതിക്കണം എന്നൊക്കെ പറയുകയാണ്. പെണ്ണിന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ കുറ്റമൊന്നുമല്ല, എനിക്ക് അത്ര സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇതേ സാമ്പത്തിക സ്ഥിതിയും ഇതേ ജോലിയും കാര്യങ്ങളും ഒക്കെ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ആ പെണ്ണ് വക്കീലിനെ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇപ്പോൾ വന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ, എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ആ പെണ്ണിനെ കുറ്റം പറയുകയാണ്. ഞാൻ ഇനി പോകാൻ നോക്കട്ടെ, എന്തായാലും വക്കീലിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അമ്മയെ അറിയിക്കല്ലേ ദൈവത്തെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ വിളിച്ചാണ് അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്നാൽ ഗിരിയെ വിളിക്കാൻ പറയുകയാണ്. വിളിക്കുന്നത് കൊള്ളാം, പക്ഷേ അമ്മയെ അറിയിക്കരുതെന്ന് പ്രത്യേകം പറയണം എന്ന് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഗിരിയുടെ വീടൊക്കെയാണ്. അപ്പോൾ അവിടെ സ്വപ്നയും അമ്മയും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ സ്വപ്ന പുറത്തേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കോള് വരികയാണ് ഗിരിക്ക്. അപ്പോൾ ഗിരിയെ വിളിച്ച് മഹിമ പറയുകയാണ് ഈ അപകടത്തിനെ കുറിച്ച്. അപ്പോൾ അത് കേട്ട് ഞെട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ്റെ സ്ഥിതി എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കാര്യം തിരക്കുമ്പോൾ പറയുകയാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അമ്മയും സ്വപ്നയും കൂടി സംസാരിക്കും, എന്താണ് അവന് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം, നമ്മൾക്ക് നല്ലോണം അറിയാവുന്ന ഒരാളല്ല, അവന് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, നമ്മളോട് സംസാരിക്കാറുന്നില്ലേ എന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ സ്വപ്ന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ മണ്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നാൽ ചെയ്യുന്ന കാര്യമെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാനും അറിയില്ല, എൻ്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ആലോചിക്കുകയാണ്. അതിനുശേഷം മുകുന്ദന് കാവലിരിക്കുന്ന മഹിമയോട് പൊയ്ക്കോളാൻ പറയുമ്പോൾ വേണ്ട, എന്തായാലും ഇനി ഗിരിയേട്ടൻ വന്നിട്ട് പോകാമെന്ന് പറയുകയാണ്. എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി ഞാൻ വേറെ ആളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി എന്തായാലും ഗിരിയേട്ടൻ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ തോന്നിയാലോ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിരി അങ്ങോട്ടേക്ക് വരുന്നു. ആണെങ്കിൽ വന്ന പാടെ തന്നെ മുകുന്ദനെ മുഖത്ത് വലിച്ചടിക്കുകയാണ്. എന്നിട്ട് പറയും, എത്ര കൊല്ലമായി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് നടന്നിട്ട് നിനക്ക് ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ, മറ്റുള്ളവർ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചറിയുമ്പോഴാണോ ഞാൻ അറിയേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിനക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, ആത്മഹത്യക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്തിനാണ് നീ ആത്മഹത്യ ചെയ്തതെന്ന് പോലും അറിയാതെ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് പോയേനെ എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ്. പറയുകയാണ് വേറെ എന്താ പ്രേമനൈരാശ്യമാണെന്ന് പറയുമ്പോൾ അത് കൊള്ളാം, ആ പെണ്ണ് നിന്നെ ചതിച്ചല്ലേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നോട്, വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നോട് ഇങ്ങനെ ഒരു ചെയ്ത് അവളെ ഞാൻ വെറുതെ വിടില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവളോട് പകരം ചോദിക്കണം എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, എന്ത് പകരം വീട്ടിലാണ് നീ ഉദ്ദേശിക്കുന്നത്, അവളുടെ ഞരമ്പ് മുറിക്കാനാണോ, ഞരമ്പ് മുറിക്കാനൊന്നുമല്ല, അത്യാവശ്യം അവളുടെ മുഖത്ത് നോക്കി ഇന്ന് അടിക്കാനെങ്കിലും നിനക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം മുകുന്ദൻ പറയുന്നത്, എനിക്കതൊരു അടഞ്ഞ അധ്യായം തന്നെയാണ്, ഞാനത് വിട്ടു, ഇനി എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാനത് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറയുകയാണ്. രണ്ട് പ്രതീക്ഷിച്ചാൽ ഇനി അതൊന്നും നടക്കില്ലല്ലോ മഹിമയും പറയുന്നു. മഹിമ അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മഞ്ജു വരികയാണ്. മഞ്ജു വന്നിട്ട് ഞാൻ അറിഞ്ഞു കാര്യങ്ങളെല്ലാം, പോലീസ് കേസ് എടുക്കണമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി എന്തിനാണ് ആത്മഹത്യയെ ആയതുകൊണ്ട് ഇനി പോലീസ് കേസും വേണോ, ഞാൻ ആ ഡോക്ടറിനോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോൾ വേണ്ട, ഞാൻ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, കമ്മീഷണറെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ കേസ് എടുക്കേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മഹിമയും തിരിച്ച് എത്തുന്നു. എന്നിട്ട് പഴംപൊരിയും ചായയും കൊണ്ട് വരുമ്പോൾ പഴംപൊരി മഞ്ജു ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട്
കുറവായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടി പകുതി പകുതി കഴിച്ചാൽ മതി. പകുതി ചായ കുടിച്ചിട്ട് മഞ്ജുവിനും കൊടുക്ക്, അതുപോലെ തന്നെ പകുതി പഴംപൊരി കഴിച്ചിട്ട് മഞ്ജു ചേച്ചിക്കും കൊടുക്ക്. താൻ കുടിച്ചില്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നതൊക്കെ പറഞ്ഞ് അവർ കളി ചിരി തമാശയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ആ റൂമിലേക്ക് ശാലിനി കടന്നു വരുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.